إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയയിലെ 34-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞത്. അതിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തിയതും അദ്ദേഹം രണ്ടാമതും ഭൂമിയിലേക്ക് തിരിച്ച് വരുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിന് ശേഷമുള്ള മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. وإذا رآك الذين كفروا إن يتخذونك إلا هزوا وإذا رآك الذين كفروا إن يتخذونك إلا هزوا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. وإذا رآك الذين كفروا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. خلق الإنسان من عجل خلق الإنسان من عجل سأريكم آياتي فلا تستعجلون. سأريكم آياتي فلا تستعجلون.
അപ്പോൾ ഇവിടെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നഫ്സിൻ എന്നല്ല അവിടെ മണിച്ചിട്ടാണതുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖ, ദായാണ് ദാലല്ല, ദൗഖ് എന്നുള്ളതാണ്. ദാഖ ദാഇഖത്തുൽ മൗത്ത്, മൗത്ത് അവിടെ നിർത്തുമ്പോൾ മൗത്ത് എന്ന് പറഞ്ഞ് നിർത്തണം. ഇനി നിർത്തുന്നില്ലെങ്കിൽ ദാഇഖത്തുൽ മൗത്ത്, അത് നിർത്തുമ്പോൾ മൗത്ത് നിർത്തുക. അല്ലെങ്കിൽ ദാഇഖത്തുൽ മൗത്തി വനബ്ലൂക്കും, നബ് ബ സുക്കൂനാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, വനബ്ലൂക്കും അവിടെ നബ്ലൂക്കും ബിശ്ശർരി, അവിടെ മീമിനെ കുറച്ച് മണിക്കണം, ബാവിനെ വെളിവാക്കി നല്ലോണം വെളിവാക്കണം. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. പിന്നെ വഇലൈനാ തുർജഊൻ, അവിടെ ഫിത്ന എന്ന് നിർത്തുകയാണെങ്കിൽ പിന്നെ അവിടെ വാവന് മണിക്കണ്ടല്ലോ. വഇലൈനാ തുർജഊൻ നിർത്താതെ ഊതാണെങ്കിൽ ഫിത്നതൗ വഇലൈന, ഫിത്നതൗ വഇലൈന. അപ്പോൾ അവിടെ വാവിനെ കുറിച്ച് മണിച്ചിട്ടാണതുണ്ട്. പിന്നെ വഇദാ റആകല്ലദീന കഫറൂ, അവിടെ നിർത്തണം കഫറൂ. പിന്നെ ഇയത്തഖിദൂനക, ഇൻ എന്നല്ല, ഇയത്തഖിദൂനക ഇല്ലാ ഹുസ്വ, അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലാ ഹുസുവ, നിർത്താതെ ഓതാണെങ്കിൽ ഇല്ലാ ഹുസുവൻ അഹാദല്ലദി, ഇല്ലാ ഹുസുവൻ അഹാദല്ലദി. അവിടെ കാസിലേ മധ്യേ ഉള്ളൂ. യദ്കുറു ആലിഹതകും വഹും ബിദിക്രിർ റഹ്മാൻ, വഹും അവിടെ മീമിനെ കുറിച്ച് മണിക്കണം. വഹും ബിദിക്രിർ റഹ്മാൻ, കാഫിന് സുക്കൂനാണ്. ദിക്രിർ റഹ്മാനി, ദിക്രിർ റഹ്മാനി വഹും, ദിക്രിർ റഹ്മാനി ഹും കാഫിറൂൻ. പിന്നെ ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മിൻ അജൽ, അജലല്ല അജലും അജലും വ്യത്യാസമുണ്ട്, അർത്ഥത്തിലും ലഫ്ദിലൊക്കെ വ്യത്യാസമുണ്ട്. മിൻ അജൽ, മിൻ അജൽ നൂന് സാക്കിനത്തിനെ വെളിവാക്കി ഉച്ചരിക്കണം, ഐനാണ്. ഖുലിഖൽ ഇൻസാൻ, ഇൻസാൻ എന്നുള്ളടത്ത് വെളിവാക്കാൻ പാടില്ല, അവിടെ മണിക്കണം. ഇൻസാനു മിൻ അജൽ, മിൻ അജൽ. പിന്നെ സഉരീക്കും ആയാതി, അവിടെ വാവൻ ഉച്ചരിക്കാൻ പാടില്ല, സഊരീക്കും എന്നല്ല, സഉരീക്കും ആയാതി ഫലാ തസ്തഅജിലൂൻ, തസ്തഅജിലൂൻ എന്നുള്ളടത്ത് അവിടെ നീട്ടിയിട്ടാണ് വന്നിട്ട്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യം, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നബിയെ താങ്കൾക്ക് മുമ്പുള്ള ഒരുത്തനും ഒരാളെയും നാം ശാശ്വതനാക്കിയിട്ടില്ല, താങ്കൾ മരിക്കുകയും അവർ ശാശ്വതന്മാരായി നിൽക്കുന്ന അവസ്ഥയുമാണോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. അപ്പോൾ കുല്ലു നഫ്സിൻ ഓരോ നഫ്സും, ദാഇഖ, ദാഖ എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്നർത്ഥം. ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ രുചിക്കുന്നത് എന്നർത്ഥം. ദാഇഖത്തുൻ. ദൗഖ് എന്ന് പറഞ്ഞാൽ രുചി, ടേസ്റ്റ് എന്നൊക്കെ അർത്ഥം. ദൗഖ് രുചി എന്നതിൻ്റെ അർത്ഥം, രുചി, ദൗഖ്. അപ്പോൾ കുല്ലു നഫ്സിൻ ഓരോ നഫ്സും, അത് അമ്പിയാക്കന്മാരുടേതാണെങ്കിലും അള്ളാഹുവിൻ്റെ ഏത് മനുഷ്യൻ്റെ സൃഷ്ടിയാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ശരി, എല്ലാ മനുഷ്യന്മാരും രുചി നോക്കുക തന്നെ ചെയ്യും. എല്ലാ നഫ്സും രുചിക്കുന്നതാണ്. എന്തിന്? അൽ മൗത്ത്, മരണത്തെ. എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകും. ഇതിന് നമുക്കൊരു ആ ദായിഖത്ത് എന്നുള്ള പദത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാണ്ട്. ഇപ്പം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ വെച്ചാൽ ദൗഖ് എന്നാണ്. ദാഖ് ടേസ്റ്റ് വെക്കുക. അപ്പോൾ മനുഷ്യന്മാരുടെ ഒരു രീതി എന്താ ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ രുചിയല്ല, ആണോ? ഇപ്പം ഞാൻ ഒരു ബിരിയാണി തിന്നാൽ എനിക്കതിൻ്റെ ഒരു ആസ്വാദനം വേറെ ഇക്കാരം, നിങ്ങൾക്ക് അതിൻ്റെ ആസ്വാദനം വേറെ ഇക്കാരം, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആസ്വാദനങ്ങളുണ്ടാവും.
അതുപോലെയാണ് മരണവും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയല്ല മരണത്തെ എന്ത് ചെയ്യുക, ആസ്വദിക്കുക. അപ്പം നമ്മളൊരു ഭക്ഷണത്തെ ഒരുപോലെയല്ല നമ്മളെല്ലാവരും എന്ത് ചെയ്യണത്, ആസ്വദിക്കുന്നത് പോലെ മരണത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മരണത്തെയും എല്ലാവരും ഒരുപോലെയല്ല ആസ്വദിക്കും. ഇത് ഖുർആനിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകൾ പോലും, വിശ്വാസികൾക്കൊരു മരണമുണ്ട്, കാഫിറുകൾക്കൊരു മരണമുണ്ട്, സത്യനിഷേധികൾക്കുണ്ട്. അതേസമയത്ത് വിശ്വാസികളായ ആളുകൾ പോലും എല്ലാവരും ഒരുപോലെയല്ല. കാരണം എന്താണ്? ഒരു മനുഷ്യൻ്റെ വിശ്വാസവും അവൻ്റെ സൽക്കർമ്മങ്ങളും കൂടുകയും അവൻ്റെ തിന്മകൾ കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ദൗക്കിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതേപോലെ തിന്മകൾ കൂടിയൊരു വിശ്വാസിയാണ്, നന്മകൾ കുറഞ്ഞൊരു വിശ്വാസിയാണ്, അയാൾ മുഅ്മിൻ തന്നെയാണ്, അയാളുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തെ രുചി നോക്കും. ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ രുചിക്കുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഹ്യമായ അർത്ഥം എല്ലാവരും മരിക്കും എന്നാണ്. എല്ലാവരും കുല്ലുമൻ അലിയ ഫാൻ വയബഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാവരും മരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഹയാത്തുണ്ടോ അവന് മൗത്തുണ്ട്. പക്ഷെ ആ ഹയാത്ത് പോലെയല്ല അവൻ്റെ മൗത്തിൻ്റെ ഘട്ടം. മൗത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്നുള്ള ഒരു വേർപാടും ബർസഖിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ പ്രവേശനവും കവാടവുമാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞു. മനുഷ്യൻ ആദ്യം മയ്യത്തായിരുന്നു, പിന്നീട് അവൻ ജീവൻ വെച്ചു, പിന്നീട് അവൻ മരിച്ചു, പിന്നീട് അവൻ എന്ത് ചെയ്യും, രണ്ടാമത് ജീവിപ്പിക്കും. ആ രണ്ടാമത് ജീവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവനെന്തില്ല, മരണം ഇല്ല. അപ്പം ഇവിടെ ദായിഖത്തുൻ എന്ന് പറഞ്ഞാൽ രുചി നോക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും മനുഷ്യന്മാരുടെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയിൽ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന വളരെ സുദീർഘമായ ഹദീസിൽ കാണാം. ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖബറിൽ അഹദ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിക്കുന്നതും ഒരു കാഫിറായ മനുഷ്യൻ മരിക്കുന്നതിനെ സംബന്ധിച്ചും സഹാബത്തിന് വളരെ വിശദമായി പറഞ്ഞു കൊടുത്ത ഹദീസിൽ കാണാം. വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാൾ വിശ്വാസിയാണെങ്കിൽ അവൻ്റെ മദ്ദുൽ ബസർ, അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്തുനിന്ന് മലക്കുകൾ വന്നിരിക്കും. അപ്പം അന്നാണ് ജീവിതത്തിൽ ആദ്യമായി മനുഷ്യന്മാർ മലക്കുകളെ കാണുക. നിറ മലക്കുകൾ അവന് ശരിക്ക് കാണാൻ കഴിയും മലക്കുകളെ. അപ്പോൾ ആ മലക്കുകൾ അവൻ ആശ്വസിപ്പിക്കുന്നുണ്ടാവും വിശ്വാസിയാണെങ്കിൽ. കാരണം മലക്കുകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർ പേടിച്ചു പോകും. ജീവിതത്തിൽ ആദ്യമായിട്ടും സിന്നെ കാണുമല്ലോ. വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് അല്ലാ തഖാഫു വലാ തഹ്സനു വബശ്ശിറൂ ബിൽ ജന്ന എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്തിൻ്റെ കൂടെ മലക്കുകളുണ്ടാവും. മലക്കുൽ മൗത്താണ് റൂഹിനെ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് അത്രമാത്രം മലക്കുൽ മൗത്ത് ചെയ്യുള്ളൂ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വിരിപ്പുകളും അതുപോലെ തന്നെ സുഗന്ധങ്ങളൊക്കെ മറ്റു മലക്കുകളുടെ കൈവശമുണ്ടാകും. ഇതൊക്കെ ഒരു നിമിഷം നേരം കൊണ്ട് നടക്കുന്ന പ്രവർത്തനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊക്കെ കാണാൻ കഴിഞ്ഞോളൊന്നുമില്ല. പക്ഷെ ലോകത്തുള്ള എല്ലാ മയ്യത്തുകളും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുക. ഇതൊക്കെ ആ ദൗഖിൽപ്പെട്ടതാണ്. ആ മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ആ മലക്കിനെ കാണുന്നതും അവൻ്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നതും, വിശ്വാസിയായ മനുഷ്യൻ്റെ റൂഹ് ഒരു വെള്ളത്തിൽ നിന്ന് കൂജ പുറത്തേക്ക് വരുന്ന പോലെ പുറത്തേക്ക് വരുന്ന റസൂലുള്ളാഹി പറഞ്ഞു. ആ മലക്കുൽ മൗത്ത് റൂഹിനെ ശരീരത്തിൽ നിന്ന് പുറത്തിറക്കി മലക്കുകൾക്ക് കൈമാറും. പിന്നെ ആ മലക്കുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുന്നത്, റൂഹുമായി പറഞ്ഞു. മലക്കുൽ മൗത്തല്ല. അതിന് മലക്കുൽ മൗത്തിന് ഇവൻ്റെ കഴിഞ്ഞാൽ അടുത്ത ഡ്യൂട്ടി വേറുണ്ട്. അപ്പോൾ വിശ്വാസിയായ മനുഷ്യൻ്റെ റൂഹാണെങ്കിൽ മലക്കുകൾ ചോദിക്കും, ഏതാണ് മാ ഹാദിഹി റൂഹ തയ്യിബ, ഏതാണ് ഈ നല്ല സുഗന്ധം. വിശ്വാസികളായ ആളുകളുടെ റൂഹിൽ നിന്ന് സുഗന്ധമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ മലക്കിൻ്റെ അള്ളാഹുവിൻ്റെ ഓരോ ആകാശം കഴിയുമ്പോഴും അവൻ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ ഏറ്റവും നല്ല പേര്, ഭൂമിയിൽ വിളിക്കപ്പെട്ടിരുന്ന പേര് ആ മലക്കുകൾ പറയുന്ന എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരും അവൻ്റെ വാപ്പാൻ്റെ പേരും ചേർത്തിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവനെ പരിചയപ്പെടുത്തും. അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ
ഏടിൽ അവൻ്റെ സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ പേര് കൂട്ടത്തിൽ അവൻ എഴുതി വെച്ച് രണ്ടാമതും അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ അവൻ്റെ ശരീരത്തെ യാദറൂഹു ഇലാ ജസദിഹി, അവൻ്റെ ജസദിലേക്ക് തന്നെ അവൻ്റെ റൂഹിനെ അല്ലാഹു മടക്കും. അപ്പോൾ മയ്യത്ത് ഖബറിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പിന്നെ ഒരു മനുഷ്യന് മണ്ണിൽ മറമാടിയാൽ മാത്രമേ അവന് ഖബർ ജീവിതം ഉണ്ടാവും എന്നുള്ളതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കത്തിപ്പോയി, അല്ലെങ്കിൽ മൃഗങ്ങൾ തിന്നുപോയി, അല്ലെങ്കിൽ കടലിൽ അവൻ ആഴ്ത്തപ്പെട്ടു, എന്നാലും അവനെന്തുണ്ട്? ഖബറിൽ ജീവിതമുണ്ട്, ബർസഖുണ്ട്, ഖബറിൽ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ഇത് നമ്മൾ കാണുന്നൊരു അതുകൊണ്ട് വമി മറാഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ. ബർസഖ് എന്ന് പറഞ്ഞ ഒരു മറയാണ്, ഈ ദുനിയാവെന്നുള്ളൊരു ഒരു മറയാണ്. അതിൻ്റെ പിന്നിൽ നടക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയില്ല, അവിടെ എത്തിയാൽ തന്നെ അറിയാൻ കഴിയുള്ളൂ. അതൊരു ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരിക്കലും ബർസഖിനെ നമുക്ക് അളക്കാൻ പാടില്ല. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, കാഫറായ മനുഷ്യനാണെങ്കിൽ എതിരിബൂന വുജൂഹും വദ്ബാറും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, മലക്കളവൻ്റെ മുഖത്തും പുറത്തൊക്കെ അടിക്കും, പക്ഷെ നമ്മൾ കാണൂല. ചിലപ്പോൾ ഒരു കാഫറാണെങ്കിലും സംസാരിച്ചുകൊണ്ട് കണക്ക് ചിലപ്പോൾ അവിടെ വീണ് മരിച്ചു, അപ്പോൾ തന്നെ മരിക്കും. അപ്പോൾ എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക നമുക്കറിയില്ല. സത്യനിഷേധിയാണെങ്കിൽ അവൻ്റെ റൂഹ് മലക്കുൽ മൗത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ റൂഹ് ഉള്ളിലേക്ക് വലിയും, അപ്പോഴാണ് അവൻ അടിക്കും. മലക്കുൽ മൗത്തിൽ അടിക്കുക, മറ്റുള്ള മലക്കളാണ് അടിക്കുക. മലക്കുൽ മൗത്തിൻ്റെ ഡ്യൂട്ടി ആ റൂഹ് ശരീരത്തിനെടുത്ത് മറ്റുള്ള ഏൽപ്പിക്കൽ മാത്രമേ ഉള്ളൂ. വളരെ ദുർഗന്ധമുണ്ടാകുന്ന റൂഹായിരിക്കും അതൊക്കെ എന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് അത് കൊണ്ടുപോകുമ്പോൾ മലക്കൾ ചോദിക്കും, ഏതാണ് ഈ മാഹാദി റൂഹുൽ ഖബീസ, ഏതാണ് ഈ വൃത്തികെട്ട ഈ റൂഹ് ആരുടേതാണ്? അപ്പോൾ ആ മനുഷ്യനെ ഭൂമിയിൽ പരിചയപ്പെടുത്തപ്പെട്ടിരുന്ന ഏറ്റവും മോശമായ പേരുകളിൽ ആ മലക്കൾ അവനെ വിശേഷിപ്പിക്കുന്നു. അവന് വീണ്ടും ഖബറിലേക്ക് വരും, അവിടെ അവന് ശിക്ഷ ഉണ്ടാവും. ആ റൂഹിനും ശിക്ഷ ഉണ്ട്, ജസദിനും ശിക്ഷ ഉണ്ടാവും. എന്നാണ് അഹ്ലുസുന്നൻ്റെ വിശ്വാസം. ചില ആൾക്കാർ റൂഹിന് മാത്രമേ ശിക്ഷ ഉള്ളൂ, സ്വപ്നം കാണാണ്, അത് രണ്ടും ശരിയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റൂഹിന് വേറെ ശിക്ഷ ഉണ്ട്, ജസദിന് വേറെ ശിക്ഷ ഉണ്ട്. റൂഹും ജസദും ചേരുമ്പോൾ അതിന് ശിക്ഷ ഉണ്ട്. നമ്മളിൽ നിന്ന് റൂഹ് വേർപിരിഞ്ഞാൽ ആ റൂഹിന് ശിക്ഷ ഉണ്ടാവും. ഇനി ശരീരം വേർപെട്ട് ആ ശരീരത്തിനും ശിക്ഷ ഉണ്ടാവും. ഇനി റൂഹും ജസദും ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനും ശിക്ഷ ഉണ്ടാവും. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അപ്പോൾ ഖബറിൽ ഉള്ള ശിക്ഷ അതുകൊണ്ട് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ഖബർ ഹുഫറത്തും മിൻ ഹുഫരിൻ നാറാണെങ്കിൽ മറ്റേത് റൗദത്തും മിൻ റിയാദിൽ ജന്നയ്ക്കാണ്. ഒരേ ഖബർസ്ഥാനിൽ അടുത്തടുത്ത് നിൽക്കുന്ന ഖബറുകൾ, ഒരു ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം വരുന്നുണ്ടെങ്കിൽ മറ്റേ ഖബറിലേക്ക് നരകത്തിൻ്റെ ചൂടാണ് വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. അത് ഈ ഉമ്മത്തിനോടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച റഹ്മത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വലൗല പിന്നെ നിങ്ങൾ ഖബറടക്കാൻ നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലദഅഉതുല്ലാഹ യുസ്മിഅക്കും അദാബൽ ഖബർ, അദാബുൽ ഖബറിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങളൊന്ന് കേൾപ്പിക്കണമെന്ന് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുമായിരുന്നു. കാരണം ഇതൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ആ ഖബറിൽ നിന്നുള്ള ഒച്ച കുറച്ച് പുറത്തുനിന്ന് കേട്ടാൽ പിന്നെ ആരും ഖബർ ശിക്ഷ നിഷേധിക്കില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണിത് പ്രാർത്ഥിക്കാതിരുന്നത്? അങ്ങനെ ആരെങ്കിലും കേട്ടാൽ പിന്നെ ഖബറിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യില്ല, ആരും പോവില്ല. ഒരു മരിച്ച മനുഷ്യനെ പിന്നെ നിങ്ങൾക്ക് മറമാടാൻ കഴിയില്ല, അത്രയും നിങ്ങൾ പേടിച്ചു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നിഷേധിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കി. സുമ്മല തറവുന്നഹ ഐനൽ യഖീൻ എന്ന് പറഞ്ഞില്ല എന്നാ, ഇതൊക്കെ പിന്നെ യഖീനായ ഐനുകൊണ്ട് കാണും. നിനക്കിപ്പോൾ സംശയത്തിൻ്റെ കൈനോടാണല്ലോ കാണുന്നത്. ഒക്കെ സംശയമാണ്, ഒക്കെ തന്നിൻ്റെ ഐനാണ് അവനുള്ളത്. ഒക്കെ സംശയം, അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. സുമ്മല തറവുന്നഹ ഐനൽ യഖീൻ, യഖീനായ കണ്ണുകൊണ്ട് അവനതൊക്കെ കാണും. അപ്പം പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല. അല്ലാഹു നല്ല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇതാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അതിൽ ചെറിയ കുട്ടികളും വലിയവന്മാരും പ്രായമുള്ളവരും ഉള്ളൊരു സമാധാനം എന്താ വെച്ചാൽ, നമുക്കൊക്കെ ഉള്ള ആകെയുള്ള സമാധാനം എന്താ? സമാധാനം. മരണത്തെ സംബന്ധിച്ച് നമുക്കുള്ള ആകെ സമാധാനം എന്താ? മുസ്ലിം മരിക്കുക മാത്രമല്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയത്തെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മരിക്കുള്ളൂ. പിന്നെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു
സെക്കൻഡ് അപ്പുറത്തേക്ക് പുറത്തു പോലെ. നമ്മൾ വിചാരിക്കുമല്ലോ, പിന്നെ ഇപ്പം ഞാൻ പിന്നെ ഉച്ചക്ക് ഒരു ഡോക്ടറെടുത്ത് പോയിരുന്നു മോളെയും കൊണ്ട്. അപ്പം 40 വയസ്സുള്ള, ഇപ്പോൾ ഞാൻ പിന്നെ മൂപ്പർക്ക് വേറെ ക്ലിനിക്കുണ്ട്. അപ്പം അവിടെ പിന്നെ മോങ്ങത്തിന് ക്ലിനിക്കുണ്ട്. പിന്നെ ചോദിച്ചാൽ എന്ത്, പിന്നെ അവിടെ അപ്പോൾ അവിടെ ക്ലിനിക്ക് നോക്കി നടത്തിയിരുന്ന ഡോക്ടർ എടുത്ത് മരിച്ചു. ഇവിടെ രാമനാട്ടിലുള്ള തോന്നുന്നുണ്ട്, ഫറൂഖുള്ള ഒരു ഡെൻ്റൽ ഡോക്ടർ, അറിയാം 40 വയസ്സുള്ളൂ. 4-5 ഫാത്തിമ ഡെൻ്റലിൽ ഫറൂഖില 40 വയസ്സുള്ള ക്ലിനിക്കിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറ്റി പിന്നെ അതെ ഡോക്ടറാണ്. പിന്നെ ക്ലിനിക്കിൽ പോകാൻ വേണ്ടി രാവിലെ ചായയൊക്കെ കുടിച്ച് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി കൊടുക്കുക. അതാണ് സ്ട്രോക്ക് വന്ന് മരിച്ചു. 40 വയസ്സുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അപ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് വെച്ചാൽ പെട്ടെന്നുള്ള മരണം അല്ലെങ്കിൽ ആകസ്മികമായ മരണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പെട്ടെന്ന് ആരും മരിക്കൂല, ആകസ്മികമായി മരിക്കൂല. അകാല മരണം എന്നൊക്കെ നമ്മൾ ചില ആൾക്കാർ പറയും. അകാല മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാലം തെറ്റിയുള്ള മരണം എന്നാ. മുസ്ലിങ്ങളും ജാഹിലിങ്ങളും ഇത് പിന്നെ അറിയാതെ നമ്മൾ ആ പ്രയോഗം പത്രങ്ങളൊക്കെ സാധാരണ പ്രയോഗിക്കണം. അകാല ചരമം പ്രാപിച്ചു. എന്ത് ചെയ്യുക? അകാല ചരമം അങ്ങനെ ചരമില്ല. എല്ലാവരും ആ കാലം എത്തിയാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ? മരിക്കുള്ളൂ. കാരണം യുവാക്കൾ മരിച്ചാലാണ് യുവാവ് അകാല ചരമം പ്രാപിച്ചു. യുവാക്കൾക്ക് മരിച്ചൂടെ? എല്ലാവരും മരിക്കും, യുവാവാണെങ്കിലും. അള്ളാഹു നിശ്ചയിച്ചൊരു പിന്നെ സൂറത്ത് മറിയമിൽ പറഞ്ഞ പോലെ വഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. നമ്മുടെ ശ്വാസം അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശ്വാസം അള്ളാഹുവിൻ്റെ കണക്കാക്കി. ആ ശ്വാസം പൂർത്തിയായാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മരിക്കുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ജീവിതത്തിൻ്റെ ഒരു ചലനവുമില്ലാത്ത വെറും ശ്വാസം മാത്രം ബാക്കിയുള്ള എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? ഒരു വെള്ളം പോലും, ഒരു മുറുക്ക് വെള്ളം പോലും വായിലൂടെ ഇറങ്ങാതെ വെറും ഒരു നീര് വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന എല്ലും തോലുമായ എത്രയോ ആൾക്കാർ. പക്ഷെ ഒരു ശ്വാസം മാത്രം ഉണ്ടാവും. ഈ കോമയിലൊക്കെ ഉള്ള ആൾക്കാർ അതേ സമയത്ത് അവർ മരിക്കില്ല, വർഷങ്ങളോളം ജീവിക്കും. അതേ സമയത്ത് ആരോഗ്യമുള്ള നല്ല ആരോഗ്യ ദൃഢഗാത്രയാൽ പെട്ടെന്ന് മരിക്കും. അപ്പോൾ ഓൻ്റെ അള്ളാഹ് കണക്കാക്കിയ ശ്വാസം എന്ത് ചെയ്തു? ഖലാസ്, കഴിഞ്ഞു. മറ്റൊരു കഴിഞ്ഞിട്ടില്ല. മറ്റേയാളെ ശ്വാസത്തിൻ്റെ കണക്കെന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ അയാൾ മരിക്കുള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും മരിക്കാൻ തയ്യാർ. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. മരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമായിരിക്കണം. ആയത്തിന് തുടക്കം എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെന്ന്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. ആരെ? വിശ്വാസികൾ വെച്ചിട്ടല്ല പറഞ്ഞു. അപ്പം ഏത് സമയത്തും ഈമാൻ തെറ്റിപ്പോകാൻ നഊദുബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിനെ പറ്റി പേടിയുണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകണമെന്നതാണ്. കാരണം റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാൻ മരിക്കുന്ന സന്ദർഭത്തിൽ വരെ ഈമാൻ തെറ്റിക്കാൻ പിശാചന്തിയും പരിശ്രമിക്കും. കാരണം അവനെ കിട്ടുന്ന ലാസ്റ്റ് ചാൻസാണ് അവന്. ഇനി ചാൻസ് ഇല്ലല്ലോ. ഒരാൾ മരിക്കുമ്പോൾ ആ മനുഷ്യനെ വഴിതെറ്റിക്കാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസാണിത്, അവൻ്റെ സഖറാത്തിൻ്റെ സമയം. മനസ്സിലായില്ലേ? അപ്പം ആ സമയത്ത് പിശാച് വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. പക്ഷേ ഈമാനുള്ളവർ ഉറപ്പിച്ച് നിർത്തും. വസബ്ബിതല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. തൗഹീദുള്ള ആളുകൾ അള്ളാഹു ഉറപ്പിച്ച് നിർത്തുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഖബർ കാണുമ്പോൾ അദ്ദേഹം കരയും. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. സ്വർഗത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ചൊക്കെ കേട്ടാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കരച്ചില്ല. പക്ഷെ ഖബർ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങൾ നനയുമാറ് കരയുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് നിങ്ങൾ സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത്ര കരയാറില്ലല്ലോ, പക്ഷെ ഖബർ കാണുകയും ഖബറിനെ സംബന്ധിച്ച് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞ സമയത്ത് റസൂൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബർ അവ്വലു മൻസിലി മിൻ മനാസിൽ ആഖിറ ഫഇൻ നജാ മിൻഹു നജാ. ആ ഖബറിൽ ഒരാൾ കഴിച്ചിലായാൽ ബാക്കിയൊക്കെ കഴിച്ചിലായി. ആ ഖബറിൽ ഒരാൾ കുടുങ്ങിപ്പോയാൽ ബാക്കിയവൻ കുടുങ്ങും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിസ്കാരത്തിലും അദാബുൽ ഖബർ രക്ഷ ചോദിക്കാറുണ്ട്. വല്ല ഗ്രഹണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായിക്കൊണ്ട് രക്ഷ ചോദിക്കാറുണ്ട്. ഇതൊക്കെ പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്ന് അള്ളാഹു പറയാണ്, എല്ലാ മനുഷ്യന്മാരും മരണം ആസ്വദിക്കും, എല്ലാവരും മരിച്ചു പോവും, മരണത്തിന് പോലും മരണമുണ്ട് എന്നാണ് വിശ്വാസം പറഞ്ഞു. മരണം അള്ളാൻ്റെ സൃഷ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. മൗത്തും അള്ളാൻ്റെ സൃഷ്ടിയാണ്. ആ മരണത്തിനും മരണമുണ്ട്. മരണമില്ലാത്തവൻ ആര് മാത്രമേ ഉള്ളൂ? അതുകൊണ്ടാണ് ആയത്തുൽ കുർസിയിൽ ഒന്നാമത്തെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യ്, ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ അഅ്ളമായ പേര് അൽ ഹയ്യാണെന്ന് ചില പണ്ഡിതന്മാർ പറയാൻ കാരണതാണ്. കാരണം ഒരു മഖ്ലൂഖിനും ഒരു നിലക്കും യോജിക്കാത്ത പേരാണ്. കാരണം റഹീം, റഹ്മാൻ, മാലിക് എന്നുള്ളതൊക്കെ വേറെ സൃഷ്ടികൾക്കും ഭാഷാർത്ഥത്തിലെങ്കിലും പ്രയോഗിക്കാം. റസൂലുള്ളാഹിനെ പറ്റി റഊഫുർ റഹീം എന്ന് പറഞ്ഞില്ലേ? മനുഷ്യന്മാരെ പറ്റി സമീഉൻ ബസീർ എന്ന് പറഞ്ഞിട്ടില്ലേ? അതേസമയത്ത് അൽ ഹയ്യ് എന്നുള്ളത് ആരെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ? അള്ളാഹിനെ പറ്റി. അതുകൊണ്ടാണ് ആയത്തുൽ കുർസിയിൽ ഒന്നാമത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യ്, ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പണ്ഡിതന്മാർ അൽ ഹയ്യിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അള്ളാഹു പറയുന്നത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. വനബ്ലൂക്കും, ബലാ യബ്ലൂ എന്നാണ് ഫിഅൽ. ബലാ യബ്ലൂ, ബലാ യബ്ലൂ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക. ബലാ കണ്ടില്ലേ? ബലാ എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷണം. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ മജ്ജ് വല്ലാത്തൊരു ബലാൽ തന്നെ അറിയില്ലേ? ബലാല് എന്നാണ് നമ്മളമ്മമാർ പറയല്. ബലാലല്ല, ബലാ ആണ്. മനസ്സിലല്ലേ? ബിലാല് വേറുണ്ട്, അതല്ല. പണ്ടൊക്കെ ഈ പിന്നെ വല്ലാത്തൊരു വല്ലാത്തൊരു ബലാല്, ബലാല് അറിയില്ല. ബലാലല്ല, ശരിക്കത് ബലാ ആണ്. ആ ബലാ പറഞ്ഞ് എന്തായതാണ്? ബലാല. ബലാ എന്ന് പറഞ്ഞ് വല്ലാത്തൊരു പരീക്ഷണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലല്ലേ? അത് മലയാളത്തിലുള്ള അറബി സ്വാധീനം കൊണ്ടുണ്ടായതാണ് ബലാഉൻ, പരീക്ഷണം. അപ്പോൾ വനബ്ലൂക്കും, നാം നിങ്ങളെ പരീക്ഷിക്കും. ബലാ യബ്ലു. ചില സ്ഥലത്ത് വനബ്ലുവക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അന്നോ കാര്യങ്ങളോ, ഇവിടെ വാവിന് ഫത്ഹ് കൊടുക്കുന്ന എന്തെങ്കിലും ഹർഫുകൾ മുമ്പിൽ വന്നാൽ വനബ്ലുവക്കും എന്ന് പറയും, അല്ലെങ്കിൽ വനബ്ലൂക്കും എന്ന് പറയും. ഇവിടെ വാവ് ഇസ്തിനാഫിൻ്റെ വാവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. അതായത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഈ വാവ് അത്തഫിൻ്റെ വാവല്ല. അത്തഫിൻ്റെ വാവ് എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു പിന്നെ അതിൻ്റെ ഹുക്കുമായിട്ട് വേറൊരു കാര്യം പറയല്ല. ഇത് വേറെ സംഗതി പിന്നെ പറയാം. അതിന് ഇസ്തിനാഫിൻ്റെ വാവ് എന്ന് പറയാം. വാവ് അത്തഫിൻ്റെ വാവല്ല. അതായത് എല്ലാ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം അല്ല പറയാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല പിന്നെ പറഞ്ഞത്. വനബ്ലൂക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? ബിശ്ശർരി. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹു പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിശ്ശർ, ഷെറ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വൽ ഖൈർ, ഖൈർ കൊണ്ട് പരീക്ഷിക്കും. അപ്പം എന്താ ആദ്യം ഷെറ് കൊണ്ട് പറയാൻ കാരണം? കൂടുതൽ പരീക്ഷണം ഷെറ് കൊണ്ടായിരിക്കും. കൂടുതൽ പരീക്ഷണങ്ങൾ ഷെറ് കൊണ്ടായിരിക്കും. ഖൈർ കൊണ്ടുള്ള പരീക്ഷണം ഷെറിൻ്റെ അപേക്ഷിച്ച് കുറവായിരിക്കും.
ഷർറ് കൊണ്ട് പരീക്ഷിക്കാറെന്താ? ഹറാമുകൾ, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, അതുപോലെ തന്നെ പലിശ, സമ്പത്തിൻ്റെ ശുദ്ധിയില്ലായ്മ, അതുപോലെ തന്നെ ജീവിതത്തിലെ ശുദ്ധിയില്ലായ്മ, സ്വഭാവത്തിലെ ശുദ്ധിയില്ലായ്മ, ഇതൊക്കെ ഷർറല്ലേ? അതുകൊണ്ടൊക്കെ പരീക്ഷിക്കും. വൽ ഖൈർ, ഖൈർ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. സമ്പത്ത്, സന്താനങ്ങൾ, ഇൽമ്, ഇതൊക്കെ ഖൈറാണ്. ഇൽമ് ഖൈറല്ലേ? സമ്പത്ത് ഖൈറല്ലേ? അതുകൊണ്ട് പരീക്ഷിക്കും. ഫിത്നത്തൻ, പരീക്ഷണം എന്നുള്ള നിലയിൽ. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നത്തൻ, ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ബലായി പിന്നെ അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, അവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണമല്ല, ഫസാദ് എന്നർത്ഥത്തിലാണ്. ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, പരീക്ഷണമെന്നാണ്, ഫത്തന. അതുകൊണ്ടാണ് പിന്നെ ഫത്തന എന്നാണ് ഫിയല്. ഫത്തന എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, പരീക്ഷിച്ചു എന്നർത്ഥമുണ്ട്, ഫിത്തന ഉണ്ടാക്കി, പിന്നെ ഫസാദ് ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം. ഇപ്പം ഇവിടെ ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണെങ്കിലും സഹാബത്തിൻ്റെ ജീവിതമാണെങ്കിലൊക്കെ ഇതിലൊരുപാട് പിന്നെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഖൈറ് കൊണ്ട് പരീക്ഷിച്ചുകൊണ്ട് ഷർറുകൾ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അപവാദ പ്രചരണം ഉണ്ടായി. റസൂലുള്ളാഹിക്ക് ഒരു പരീക്ഷണമാണ് അല്ലേ? അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, 7 മക്കളിൽ 6 മക്കളും പ്രവാചകൻ ജീവിച്ചിരിക്കും മരിച്ചു. പരീക്ഷണമല്ലേ? ആലോചിക്കും. 7 മക്കളിൽ 6 മക്കളും ഒരു ബാപ്പ ജീവിച്ചിരിക്കും മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ പരീക്ഷണം ഉണ്ടോ? ഭാര്യമാരെ കൊണ്ട് പരീക്ഷണം, സമ്പത്ത് പരീക്ഷണം, അതുപോലെ തന്നെ സമ്പത്ത് കൊടുക്കാതെ പരീക്ഷണം, സമ്പത്ത് കൊടുത്ത് പരീക്ഷണം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുലൈമാൻ നബിക്ക് സമ്പത്ത് കൊടുത്തിട്ടാണ് പരീക്ഷിക്കും. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു ഹാദാ മിൻ ഫദ്ലി റബ്ബി അത്രമാത്രമേ നമ്മൾ സാധാരണ ചെയ്തുള്ളൂ. ബാക്കി എന്താ? ലിയബ്ലുവനി അനഷ്കുർ മക്ഫുർ. നമ്മൾ അത് എഴുതൂല, എല്ലായിടത്തും ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചേക്കും. ബാക്കി എന്താ? ഇത് എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, അള്ളാഹ് എന്നെ പരീക്ഷിക്കാൻ. ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, ഞാൻ നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹ് എന്നെ നോക്കാൻ വേണ്ടി അള്ളാഹ് തന്ന പരീക്ഷണമാണെന്നതാണ് അതിലുള്ളത്. സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും കിട്ടിയ അനുഗ്രഹം വേറെ കിട്ടിയിട്ടില്ല, റസൂലുള്ളാഹിക്ക് പോലും കിട്ടിയിട്ടില്ല. അപ്പം ഇസ്ലാം അപ്പം ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധം, ഈ ആയത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഒരു അസുഖം വന്നു, ആയിക്കോട്ടെ, എനിക്ക് ഷർറ് കൊണ്ടുള്ള പരീക്ഷണമാണ്, അൽഹംദുലില്ലാഹ്. ഒരു ഖൈറ് കിട്ടി. അതുകൊണ്ടാണ് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇത് അള്ളാഹുവിൻ്റെ ഖദറാണ്. പിന്നെ സൂറത്തു പിന്നെ ഹദീദിൽ സൂറത്തുൽ ഹദീദിലെ 30 ആയത്ത് വന്നിട്ടുണ്ട്. 23-ാമത്തെ ആയത്തിലെന്ന് പറയാണ്, 22-ാമത്തെ ആയത്ത്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. നിങ്ങൾക്കൊരു മുസീബത്തും ഭൂമിയിൽ ബാധിക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലും ബാധിക്കുന്നില്ല, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. നിങ്ങളുടെ ഭൂമിയിലാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിലാണെങ്കിലും ആ മുസീബത്ത് നിങ്ങൾക്ക് വരുന്ന മുമ്പ് അള്ളാഹിൻ്റെ അടുക്കൽ കിതാബ് മുഅജ്ജലാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. എന്നിട്ട് അള്ളാഹ് പറയും എന്തിനാണതെന്നറിയോ? ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും. നിങ്ങൾ ഉദ്ദേശിച്ചൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാതിരുന്നാൽ നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ പടച്ചോൻ കണക്കാക്കില്ല. വലാ തഫ്റഹൂ ബിമാ ആതാകും. അള്ളൊരു കാര്യം തന്നാൽ നിങ്ങൾ അതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ. ഭയങ്കരമായിട്ട് കിട്ടി, ഇതിൻ്റെ ഗുണം കൊണ്ട്, എൻ്റെ ഇൽമ കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് വല്ലാതെ അമിതമായി ആഹ്ലാദിക്കാൻ കുഴപ്പമില്ല. ഇതാണ് ഖളാ ഖദറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല ആയത്താണ്.
അഖലാത്ത് മോശം എന്നല്ല പറയാം, ഏറ്റവും ആ വിഷയത്തോട് ഏറ്റവും വിഷയത്തെ നേർക്കുനേരെ പരാമർശിക്കുന്ന ആയത്താണ്. എന്നിട്ട് അല്ലാഹു പറയും ഇന്നല്ലാഹ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഫഖ്ർ നടിക്കുന്ന പിശുക്ക് ഉള്ള ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇത് ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാവും. ഭൂമിയിൽ ശരീരത്തിലുണ്ടാവും, കുടുംബത്തിലുണ്ടാവും, ഇണകളിൽ നിന്നുണ്ടാവും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ നിങ്ങളുടെ ഇണകളിൽ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയത്തെ ശരിക്കും യാ അയ്യുഹല്ലദീന ആമനൂ സൂറത്തു തഗാബുൽ ആയത്താണ്, 14-ാമത്തെ ആയത്ത്. എന്താണെന്ന് പറഞ്ഞാൽ അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ സന്താനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പരീക്ഷണമുണ്ട്. ഫഹദറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വൈൻ തഅഫു വതസ്ഫഹു, ഇനി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്താൽ, വതഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. പലപ്പോഴും എന്താ വെച്ചാൽ ഈ കുടുംബത്തിൽ പൊട്ടലും ചീറ്റലുണ്ടാണ്. എന്തുകൊണ്ടാണ്? ഈ രണ്ട് കൈയും കൂടി കൊട്ടുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു കൈ വരുമ്പോൾ ഈ കൈ മാറ്റി കൊടുത്താലോ? അതിനാവശ്യം മാറ്റി കൊടുക്കാൻ എന്ത് വേണം? വിനയം വേണം, കിബറുണ്ടാകാൻ പാടില്ല. മനസ്സിലല്ലേ? നമ്മളത് പിന്നെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോഴത്തിന് 10 അങ്ങോട്ട് പറയാഞ്ഞാൽ നമ്മൾ മോശമായില്ലേ? പുതിയാപ്പിള എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴത്തിന് 10 അങ്ങോട്ട് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മോശമായില്ലേ? ഈഗോ പ്രശ്നമാണ്. അപ്പം ഇത് ശത്രുക്കളുണ്ട് നിങ്ങളുടെ ഇണകളിലും, അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറൂഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അത് പരീക്ഷണമാണ്. ഭാര്യയിലൂടെ പരീക്ഷിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് പിന്നെ ഈ ആയത്ത് വിശദീകരിച്ച് മുഫസ്സിറുകൾ പറഞ്ഞെന്താ അറിയാം? സ്വന്തം ഇണകൾ ചിലപ്പോൾ ദീനിന് തടസ്സം നിൽക്കും. അതാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പിന്നെ നിങ്ങളുടെ, അതായത് എന്താണ് പരീക്ഷണം എന്ന് പറഞ്ഞത്? ചിലപ്പോൾ പിന്നെ ദീനിയായ കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യും? തടസ്സം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ തടസ്സം നിൽക്കുന്ന അവസ്ഥയാണ് പരീക്ഷണം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ തഫ്സീറിൽ പിന്നെ പല തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നിട്ട് അല്ലാഹു പറയുക വഇലൈനാ തുർജഊൻ, ഇതിലേക്കാണ് നിങ്ങളെല്ലാവരുടെയും മടക്കം. അല്ലാഹുവിൻ്റെ അടുക്കിലേക്കാണ് നമ്മളെല്ലാവരും മടങ്ങി ചെല്ലേണ്ടത്. അപ്പോൾ ദുനിയാവിൽ എല്ലാവരും മരിക്കുന്നവരാണ്. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു വിഷയമാണ് അടുത്ത ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അതായത് സാധാരണയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഈ ലോകത്തെ ഏത് പ്രവാചകന്മാരെടുത്തു നോക്കിയാലും ആ പ്രവാചകന്മാരുടെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള വനബുലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന എന്ന് പറഞ്ഞല്ലോ, ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കുന്നു പറഞ്ഞല്ലോ. ഇനി ആ പ്രവാചകന്മാർക്കുള്ള പരീക്ഷണം എന്താണ്? അവർ ചീത്തറിയുക, അവരെ പരീക്ഷിക്കുക, അതൊരു പരീക്ഷണമാണ്. ക്ഷമിക്കുണ്ടോ? പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കെട്ടുപോയില്ലേ? പരീക്ഷണ ഘട്ടത്തിൽ ആദ്യത്തിൽ പരാജയപ്പെട്ടല്ലോ. എന്നിട്ടെന്തായി? മീൻ്റെ വറ്റിപ്പോയി. എന്നിട്ട് തിരിച്ചു വന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് പടച്ചവന് അബദ്ധം പറ്റിപ്പോയി. തിരിച്ചു വന്നു. അങ്ങനെ 100,000 ചെയ്തു. 100,000-ലധികം ആളുകൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു എന്നാണ് യൂനുസിന് പെട്ടതാകത്തുണ്ട്. അപ്പം അല്ലാഹു പറയും വഇദാ റആകല്ലദീന കഫറൂ, കാഫിറുകളായ ആളുകൾ നബിയെ താങ്കളെ കണ്ടാൽ, വഇദാ റആകല്ലദീന കഫറൂ, കാഫിറുകളായ ആളുകൾ നബിയെ താങ്കളെ കണ്ടാൽ, ഇയത്തഖിദൂനക, അവർ താങ്കളെ സ്വീകരിക്കുകയില്ല, ഇല്ലാ ഹുസുവ, പരിഹാസത്തോടുകൂടിയല്ലാതെ. ഇസ്തിഹ്സാ, ഹുസു എന്ന് പറഞ്ഞാൽ പരിഹാസം.
അപ്പോൾ പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നുള്ളത് ആരുടെ രീതിയാണ്? കാഫറിൻ്റെ രീതിയാണ്. പ്രവാചകന്മാരെ പരിഹസിക്കുന്ന പറഞ്ഞാൽ മൂപ്പരെ താടിയും മുടിയും തലയും നോക്കിയിട്ടല്ല പരിഹസിക്കണം. പിന്നെ ഓല് കൊണ്ടുവന്ന ആദർശം അതാണ്. അഹാദല്ലതി യദ്കുർ ആലിഹത്തോ, ഈ ഇയാളപ്പം നമ്മളെ ഇലാഹുകളെ ചീത്തറിന്. അപ്പം പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തെ, ആ പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നുള്ളത് കാഫിറിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഇസ്ലാം ഇപ്പോൾ പുറത്തു വന്ന 10 കാര്യങ്ങളുണ്ട്, പഠിച്ചിട്ടുണ്ടാവും. അതിലൊന്നാണ് മനിസ്തഹസ ബിശൈഇൻ മിൻ ദീനി, അള്ളാഹുവിൻ്റെ ദീനിൽ എന്തെങ്കിലും ഒന്നിനെന്ത് ചെയ്യുക? പരിഹസിക്കുക. കഫറ എന്താവും? കഫറാവും. കാരണം എന്താ? പരിഹാസം ആരുടെ ശൈലിയാണ്? വൈദാ റആക്കല്ലദീന കഫറു യത്തഖിദൂനക ഇല്ലാ ഹുസുവൻ. ഇപ്പോൾ കാഫറുകളാണ് ഒരു നബിനെ കണ്ടാൽ ഓ വരുന്നുണ്ട് ഉണ്ടല്ലേ പരിഹസിക്കുക. ഇപ്പം റസൂലുള്ളാഹിനെ പരിഹസിക്കുക എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പം നമ്മളെ കൗമിനൊക്കെ ഈ വല്ല ബോധമുണ്ടോ? എന്തൊക്കെ പരിഹാസങ്ങളാണ്. സുബ്ഹാൻ. ഇപ്പം ഈ ട്രോളുണ്ടല്ലോ, ഈ പിന്നെ എന്താ പറയുക, യൂട്യൂബിലും ഇതിലൊക്കെ ഉണ്ടാകുന്ന ട്രോളുകളല്ലോ, ആ ട്രോളുകളിൽ നമ്മളെ ചില അന്തംഗമ്യർക്ക് ഇത് ചിലപ്പോൾ ഇതിൻ്റെ ആ ഗൗരവം ഒന്നും അറിയില്ല. ചിലപ്പോൾ അതിൽ ട്രോൾ ചിലപ്പോൾ ഹദീസിന് ട്രോൾ ചെയ്തായിരിക്കും, നമ്മളിത് വേറെ ആൾക്കാണ് സെൻഡ് ചെയ്യും. ഹദീസിനെ പരിഹസിക്കുക. ഇപ്പം ഈ പിന്നെ മിഞ്ഞാന്നിട്ട് ഒരാൾ എന്തോ ഈ ഖബറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പിന്നെ ഇതൊക്കെ വീഡിയോ ഉണ്ടിരുന്നല്ലോ, എൻ്റെ മറ്റേ മാർബിളിൻ്റെ. യഥാർത്ഥത്തിൽ ആ വീഡിയോ ഒരു പരിഹാസ്തിഹസാർ, അതിൽ അദാബുൽ ഖബറിനെ പരിഹസിക്കേണ്ട ചങ്ങായി അയ്യമാൾക്കറിയില്ല. ഓൻ അത് ചെയ്തൊരു വ്യക്തിയെ പരിഹസിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രവർത്തനത്തെ പരിഹസിക്കുന്നതിനിടയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ദീനും പരിഹസിക്കുന്നുണ്ട്. ഇത് നമ്മളാൾക്കറിയില്ല. കിട്ടിയത് മുഴുവൻ കൊണ്ട് തട്ടലാണല്ലോ നമുക്ക് പണി. അതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കലില്ലല്ലോ. പോസ്റ്റ്മാൻ്റെ പണി നമുക്ക്. പോസ്റ്റ്മാൻ കത്ത് വായിച്ചു നോക്കല്ലോ ഇല്ലല്ലോ. പോസ്റ്റ്മാൻ്റെ പണി എന്താ? അവിടുന്ന് അയക്കണത് ഇവിടെ കൊണ്ട് നടക്കുക. ഇതേപടി കുറേ പോസ്റ്റ്മാൻമാരുണ്ട് സോഷ്യൽ മീഡിയ നമുക്ക്. എന്നാൽ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് കൊടുക്കാൻ പറ്റിയതാണോ, അയക്കാൻ പറ്റിയതാണോ, അങ്ങോട്ടിടാൻ പറ്റിയാണോ, അങ്ങോട്ടിടാൻ പറ്റുക, ഇതൊക്കെ കോപ്പി പേസ്റ്റ് എടുത്ത് എല്ലായിടത്തും കൊണ്ടേ തട്ടുക. വിശ്വാസം പറഞ്ഞ കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഒരു മനുഷ്യൻ കള്ളനാകാൻ എന്തുമാത്രം മതി? കേട്ടത് മുഴുവൻ പറഞ്ഞാൽ മതി. ഓ കേട്ടതേ പറയുള്ളൂ, കേൾക്കാത്തൊന്നും പറയില്ല. കേട്ടത് പറഞ്ഞാൽ തന്നെ ഓന് പരലോകത്ത് വരുമ്പോൾ കൂമ്പാരായിട്ട് നുണ ഉണ്ടാവും എൻ്റെ അക്കൗണ്ടിൽ. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്നത് സത്യായുല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. എല്ലാ സത്യവും വിളിച്ചു പറയണ്ട, പറയുന്നത് സത്യമായാൽ മതി. നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ട. എല്ലാ സത്യവും എന്ത് ചെയ്യണ്ട? വിളിച്ചു പറയണ്ട, പറയുന്നത് സത്യമാണ്. അത്രേ ഉള്ളൂ. കുൽ ഖൈർ ഔലിയസ്മുദ് റസൂലുള്ളാഹി പറഞ്ഞല്ലേ, നമ്മൾ വിഷയമില്ല. അപ്പം ഈ പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നുള്ളത് ആരുടെ രീതിയാണ്? കാഫറിൻ്റെ രീതിയാണ്. അത് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ശേഷം പിന്നെ ഉള്ള ആയത്തുകൾ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. കാര്യം ഒരു നബി പറഞ്ഞത് ചിലപ്പോൾ ഇപ്പം നമുക്ക് ഇക്മത്ത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പരിഹസിക്കാൻ പാടില്ല. ഇപ്പോൾ കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു കാക്ക പ്രസംഗിച്ചു, ഇവിടെ അജുവാക്കാരക്കുണ്ട്. അതുപോലെ തന്നെ പിന്നെ അതൊക്കെ ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ട് വേണം. ഈ ലബോറട്ടറി പരിശോധിക്കണ ആരാ? കണാരൻകുട്ടിയും ജോസഫ് കുട്ടിയല്ലേ. ഇപ്പോൾ ഈ സംസം വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അജുവാക്കാരക്കൻ്റെ റിസൾട്ടൊക്കെ കണാരൻകുട്ടി പരിശോധിച്ചിട്ടാണ് മുഹമ്മദ് റസൂൽ പറഞ്ഞവന് മനസ്സിലാക്കണമെങ്കിൽ ഓൻ്റെ പിന്നെ അശ്വതന്നെ കണാരൻകുട്ടി റസൂൽ തന്ന പിന്നെ ആ ചായത്തിലും വലിയ പേര് അശ്വതനും റസൂലല്ലണോ. അപ്പോൾ പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നുള്ളത് കാഫറുകളുടെ പൊതുവെയുള്ള സ്വഭാവമാണ്. ആ പ്രവാചകന്മാരെ മാത്രമല്ല, പ്രവാചകന്മാരുടെ അനുചരന്മാരെയും സഹാബത്തിനെയും ഇസ്ലാമിൻ്റെ ഷിആറുകളെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു സംഭവം വിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിരിക്കുന്ന ഒരു സദസ്സിലൊരു
കപടവിശ്വാസി വന്നിട്ട് പറഞ്ഞു പ്രവാചകന്റെ സഹാബത്തിനെ പറ്റി, സഹാബത്തിനേക്കാൾ ഭീരുക്കളായ, തീറ്റക്കൊതിയന്മാരായ, പേടിത്തൊണ്ടന്മാരായ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഇത് ഒരു കപടവിശ്വാസി പറയുന്നത് ഒരു സഹാബി കേട്ടു. അറഖബൂത്തൂൻ വാജിബനു ജുനൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഭീരുക്കളാണ്, തീറ്റക്കൊതിയന്മാരാണ്, പേടിത്തൊണ്ടന്മാരാണ്. ഇത് സഹാബത്തിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വിവരത്തി റസൂലുള്ളാഹി അയാളെ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനങ്ങനെ ആദ്യം പറഞ്ഞിട്ടില്ല. അവർ അങ്ങനെ തമാശ പറഞ്ഞാണ്, അത് നമ്മുടെ സാധനം വിറ്റടിച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, ഖുൽ ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഇയാൾ നബിനെ പരിഹസിച്ചില്ല, അള്ളാഹിനെ പരിഹസിച്ചില്ല. ഉണ്ടോ? ഈ കപടവിശ്വാസി ആരെ പരിഹസിച്ച്? റസൂലുള്ളാഹിന്റെ സഹാബത്തിനാണ്. പക്ഷെ അള്ളാഹ് ആയത്തിറക്കുമ്പോൾ ശ്രദ്ധിച്ചെന്താ പറയുക? അള്ളാഹ് എന്താ ആയത്തിറക്കിയ? ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. സഹാബത്തില്ല. സഹാബത്തിനെ പരിഹസിച്ച ആളെ പറ്റി ആയത്തിറക്കിയപ്പം അള്ളാഹ് ആയത്തിറക്കിയത്, നിങ്ങൾ അള്ളാഹിനെയാണ് പരിഹസിച്ചത്, റസൂലുള്ളാഹിനെയാണ് പരിഹസിച്ചത്, അള്ളാഹുവിൻ്റെ ആയാത്തുകളെയാണ് നിങ്ങൾ പരിഹസിച്ചത്. ലാ തഅ്തദിറൂ, ഒരു ഉദരം കുറിച്ച് പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? കാഫറായി പോയിരിക്കുന്നു. സഹാബത്തിനൊക്കെ ചീത്ത പറയുന്ന ആൾക്കാർ, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ ചീത്ത പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ചില ആൾക്കാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മളതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമ്മൾ വിചാരിച്ചത് അതെവിടെയോ പിന്നെ ഇറാഖിലും ഇറാനിലൊക്കെ ഉള്ള സംഭവമാണ്. അല്ല, നമ്മുടെ കേരളത്തിൽ വരെ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ ചീത്ത പറയുന്ന പ്രവണത തുടങ്ങിയിട്ടുണ്ട്. ഈ സീച്ച് മസ്തഫൊക്കെ എൻ്റെ ആളാണ്, മനസ്സിലായില്ലേ? കുറേ എന്തെങ്കിലും ഉപരവയ്ക്കലുണ്ടല്ലോ. അപ്പം ആരാണ് സഹാബത്ത് എന്നൊന്നും മനസ്സിലാക്കാതെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരിലൊക്കെ ഒരുപാട് മൗദൂദി സഭയ്ക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാനായ ഹസൻ ബസരിയാണ് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, അദ്ദേഹത്തോട് ചോദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ അഫ്ളൽ അതോ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ? ഉമർ സാനി എന്നറിയപ്പെടുന്ന അദ്ദേഹം താബിയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ അഫ്ളൽ അതല്ല മുആവിയ റളിയല്ലാഹു അൻഹു? അദ്ദേഹം കൊടുത്ത മറുപടി പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കിൽ പുരണ്ട പൊടി ഉണ്ടല്ലോ, പൊടി, മുആവിയ റളിയല്ലാഹുവിൻ്റെ മൂക്കിലുള്ള പൊടിയാണ് 1000 ഉമർ ബിൻ അബ്ദുൽ അസീസിനേക്കാൾ അഫ്ളൽ. എന്നാണ് സഹാബി. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ബാക്കിൽ റസൂലുള്ളാഹി വലല്ലാലീൻ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ ആളാണ് ആര്? മുആവിയ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹംദ് ശ്രവിച്ചിരിക്കുന്നു എന്നാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഇന്നിപ്പോൾ നമ്മളെ കൗമിനതില്ല, ബോധമില്ല. നമ്മളെ കുട്ടിയൊക്കെ അറിയില്ല സഹാബത്താരാണ്, സഹാബത്തിൻ്റെ പേരെന്നെ അറിയില്ലല്ലോ. ഇന്ത്യൻ കളിക്കാരുടെ പേരും പ്രധാനമന്ത്രിയുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സഹാബത്തിൻ്റെ പേരടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതാണ് ദീനെ പരിഹസിക്കുക എന്നുള്ളതൊക്കെ പെടും. താടിയെ പരിഹസിക്കുക, മുഖം മറക്കുന്നതിനെ പരിഹസിക്കുക, ഷിആറുകളെ പരിഹസിക്കുക, അതുപോലെ തന്നെ നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിന് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കെട്ട് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക, പല്ല് തേക്കുന്ന അറാക്കിനുകൊണ്ട് പല്ല് തേക്കുന്നതിനെ പരിഹസിക്കുക, ഇതൊക്കെ പരിഹസിക്കണം. വിരലനക്കണം കേട്ടോ, ഞാൻ നേരിട്ട് കേട്ടോ, ഫുൾ ടോസറാണത്. ഒരാൾ വിരലനക്കുന്നുണ്ടെങ്കിൽ അനക്കണമെങ്കിൽ അനക്കണ്ട, അനക്കണം നിർബന്ധമില്ല. പക്ഷെ ഒരാൾ അനക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല. ഹദീസിലാണ്, മനസ്സിലായില്ലേ? കാലടുപ്പിച്ച് വെക്കണതിന് പരിഹസിക്കുക,
ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. മനസ്സിലായില്ലേ? അപ്പം ഈ ദീനെ പരിഹസിക്കാൻ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. നമ്മുടെ സംസാരങ്ങളിലും വാക്കുകളും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ ദീനിനെ പരിഹസിക്കുന്ന ഒരു ട്രോളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. അത് കേൾക്കാനും പാടില്ല. എന്തിനാണ് കേൾക്കുന്നത്? എല്ലാം ആരെങ്കിലും എല്ലാ ആഴ്ച എല്ലാം ഡൗൺലോഡ് ഇങ്ങനെ കേട്ട് സമയം കളയുന്നതിന് നമ്മുടെ സമയം ഈ പരിഹാസം കേൾക്കാനുള്ളതാണോ? എന്തൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കാണ്ട്. ആളുകൾക്ക് ഇതൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുതി കുത്തിരിക്കുക. എന്നിട്ട് ഈ തോന്നിയാസം മുഴുവൻ കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ചണ്ടും ചവറും ഒക്കെ എടുത്ത് അങ്ങോട്ട് തട്ടി, കുറേ അങ്ങോട്ട് തട്ടി, കുറേ അങ്ങോട്ട് തട്ടി. ജീവിതം ഒന്നേ ഉള്ളൂ, സമയം കുറച്ചേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞ വാക്കെന്താണ്? അഹാദല്ലദി യദ്കുറു ആലിഹത്തക്കും, ഇയാളാണോ നമ്മുടെ ഇലാഹുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്? ഇയാൾക്കെന്താ അർഹതയുണ്ട് പറയാൻ? അഹാദല്ലദി, ഇദ്ദേഹമാണോ യദ്കുറു ആലിഹത്തക്കും? യദ്കുറു കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലാഹുകളെ മോശമായി ചിത്രീകരിക്കാനാണ്. നമ്മുടെ ഇലാഹുകളെ മോശമായി ചിത്രീകരിക്കുന്ന ആ വ്യക്തി ഇയാളാണോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ പരിഹസിക്കാൻ. എന്നിട്ട് വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ, അള്ളാഹുവിൻ്റെ ആ ദിക്റിൽ അവർ സത്യനിഷേധികളാണ്. അള്ളാഹിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, സുന്നത്താണ്, ശരീഅത്താണ്. ആ ശരീഅത്താകുന്ന ദിക്റിൽ വഹും കാഫിറൂൻ, അവർ നിഷേധികളാണ്. അത് അംഗീകരിക്കാത്തവരാണ് അവർ. അപ്പം അള്ളാഹുവിൻ്റെ ഖുർആൻ അംഗീകരിക്കാത്ത ഈ കാഫിറുകളായ ആളുകൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇദ്ദേഹമാണോ നമ്മുടെ ഇലാഹുകളെ കുറ്റം പറയുന്നത്? അങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടാൽ അവർ ഒരു പരിഹാസത്തോടു കൂടി സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് കാഫിറുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് തരുന്നത്. അപ്പം അവർ കാഫിറാണെന്ന് പറഞ്ഞു. ഈ പറയപ്പെട്ട സിഫത്തുള്ളവർ വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ, ആ കാഫിറുകളായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ആയത്ത് വേറൊരു വിഷയമാണ്, നമുക്ക് കുറച്ച് അധികം വിശദീകരിക്കാണ്ട്. ധൃതിയുമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്, മനുഷ്യന്മാരുടെ പൊതുവെയുള്ള സംഗതിയാണ്. അത് കുറച്ച് വിശദീകരിക്കാനുള്ള ഞാൻ അതിലേക്ക് കടക്കണില്ല. അപ്പം ഇതാണ് വഇദാ റഅക്കല്ലദീന കഫറൂ യത്തഖിദൂനക ഇല്ലാ ഹുസ്വൻ അഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ. അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അവർ കാഫിറുകളാണ്. അവരാണ് റസൂലുള്ളാഹിനെ പറ്റി, ഇയാളാണോ നമ്മുടെ ഇലാഹുകളെ ചീത്ത പറയുന്നത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹാസത്തിൻ്റെ രൂപത്തിലല്ലാതെ നബിനെ അവർ കണ്ടാൽ സ്വീകരിക്കില്ല. അപ്പം നബിനെ എവിടെ വെച്ച് കണ്ടാലും നബിനെ പരിഹസിക്കുക, റസൂലുള്ളാഹിനെ ചീത്ത പറയുക, ഇതാണ് അവരുടെ രീതി. ഇപ്പം ഇന്ന് റസൂലുള്ളാഹിനെ കാണുന്നില്ല, പക്ഷേ റസൂലുള്ളാഹിൻ്റെ ഹദീസുകളോടുണ്ട്, അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ശബ്ദം ഇവിടെ ഉണ്ട്. അതാണ് റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ, അള്ളാഹിൻ്റെ കലാമോടുണ്ട്. ഇതിനൊക്കെ പരിഹസിക്കുന്ന ആൾക്കാർ, നമുക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. അതാണ് ജയശമ്പരൻ ആയത്തുകൾക്ക് പറഞ്ഞത്. നമ്മൾ കാര്യത്തിനെ നിഷേധിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല. അത് സഹാബത്തിൻ്റെ രീതിയല്ല. കാരണം അള്ളാഹു റസൂലും പറഞ്ഞൊക്കെ എന്തായിരിക്കും, ഹക്കായിരിക്കും. അതിനപ്പുറത്ത് കുഞ്ഞ് വേറെ ഹക്കുണ്ടല്ലോ. ഫമാദ ബാദൽ ഹക്കില്ല ദലാൽ, ദലാലല്ലാതെ പിന്നെ ഹക്കിന് ശേഷം ഉണ്ടാവില്ല. അപ്പം ഹക്ക് അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും, സ്വീകരിക്കും. ശരി. അപ്പം അതാണ് വിഷയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹു നമ്മിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. യദ്കുറു ആലിഹത്തക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇലാഹുകളെ മോശമായി പറയുക. അവിടെ യദ്കുറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്നാ സമിഅനാ ഫതൻ യദ്കുറു ആലിഹത്തക്കും എന്ന് പറയുന്നുണ്ടല്ലോ ഈ സൂറത്ത് അംബിയാലിന്. അവിടെ യദ്കുറു എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ ആലിഹത്തുകൾ ഇങ്ങനെ ദിക്റില്ലല്ല, ആലിഹത്തുകൾ ഓർക്കല്ല. അതായത് നിങ്ങളുടെ ഇലാഹുകളെ കുറിച്ച് മോശമായി പറയുക, അതാണ് അവിടെ യദ്കുറു എന്ന് പറഞ്ഞ ഉദ്ദേശം. അല്ലാതെ നമ്മൾ സാധാരണ യദ്കുറു എന്ന് പറഞ്ഞാൽ സ്മരിക്കുക എന്നർത്ഥം. ഇവിടെ സ്മരിക്കലല്ല, മോശമായി പറയുക എന്നാണ് അവിടെ യദ്കുറു കൊണ്ട് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം മൂലം പ്രയാസത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ ഹാരിസ് മൗലവി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി ശിഫയായിട്ടില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മിനോട് കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ കാണാം, ഒരു വസ്തു നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ വിൽക്കാൻ പാടില്ല. അതിന് പല ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്, അത് ജാഹിലിയ കാലത്തിൽ. ഇപ്പോൾ ഞാനൊരു ഷോപ്പിൽ നിന്നൊരു സാധനം വാങ്ങി, ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങി നോട്ടിക്കോളി, ഒരു 15,000 ഉറുപ്പിക ഞാൻ മൊബൈൽ വാങ്ങി. ഞാൻ നിങ്ങളെ മുമ്പെന്ന് തന്നെ ഞങ്ങളോട് 15,000 ഉറുപ്പിക പോയി, ഞങ്ങളെ മുമ്പെന്ന് മൂപ്പർക്ക് 18,000 വിറ്റ്. നിങ്ങളെ മനസ്സിൽ എന്താ ഉണ്ടാകുക? ഈ പഹന് കൊടുക്കേണ്ടത് എനിക്ക് നേർക്കുന്നേരം അപ്പനാണ് കൊടുത്താൽ പറയുന്നു, എൻ്റെ 3000 പോയില്ലേ എന്ന് ചിന്ത ഉണ്ടാവും. അത് ഇസ്ലാമിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ തറാളി വേണം, തൃപ്തി വേണം പരസ്പരം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിറ്റ് നിങ്ങൾ തൃപ്തനല്ല. മനുഷ്യൻ്റെ ഫിത്രത്താണല്ലോ. കാരണം പൈസ ഒരു 3000 ഏറെ കിട്ടിയതിൻ്റെ ആരെ വേണ്ട അറിയാം, എല്ലാവർക്കും വേണം തന്നെയല്ലോ അറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് ഫലാ തബിഉ ഹൈസു ഇബ്തഅ എന്ന ഹദീസിൽ, നിങ്ങൾ ആ വാങ്ങിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് വിൽക്കാൻ പാടില്ല. നിങ്ങൾ വീടുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കോ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, വെക്കണം. എന്ത് എങ്ങനെ അത് ഞാൻ പറഞ്ഞത്, ഇത് എന്തുകൊണ്ടാണ് പ്രവാചകന് വിരോധിച്ചു വെച്ചാൽ, ആ കച്ചവടം ചെയ്തവന് ഒരു മാനസിക പ്രയാസം ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. അതേ സമയത്ത് ഇങ്ങനെയാണ് മാർക്കറ്റ് നടക്കുന്നത് എങ്കിൽ പിന്നെ ആർക്കും അവിടെ എന്തുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവിടെ നിന്ന് തന്നെ കച്ചവടം ചെയ്ത്, പിന്നെ അവിടെ നിന്ന് തന്നെ കച്ചവടം ചെയ്ത്, പിന്നെ അവിടെ നിന്ന് തന്നെ കച്ചവടം ചെയ്ത്, ഇങ്ങനെയാണ് മാർക്കറ്റ് നടക്കണതെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് ഇതാണ്. കാരണം ഇത് ജാഹിലിയത്തിൽ നടക്കാറുണ്ട്. ഇസ്ലാമിൻ്റെ കച്ചവടം, ഇസ്ലാം അനുവദിച്ച കച്ചവടം ഒരു നിലക്കും ഒരാൾക്കൊരു ഖറർ, അഥവാ ഒരു ചതിയോ വഞ്ചനയോ ഒന്നും വരാത്ത, മറ്റൊരാൾക്ക് തൃപ്തി നഷ്ടപ്പെടുന്ന ഒന്നും വരാത്ത രൂപത്തിലാണ് കച്ചവടം അനുവദിച്ചിട്ടുള്ളത്. അതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. നല്ല ഇസ്ലാമിൻ്റെ ഈ കിതാബുൽ ബുയൂഅൊക്കെ വായിക്കുമ്പോൾ തോന്നും ഇസ്ലാം അങ്ങാടിയിൽ ഇടപെട്ടത്ര വേറെ എവിടെ ഇടപെട്ടിട്ടില്ല എന്ന് തോന്നും. മനസ്സിലല്ലേ? ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാർക്കറ്റിൽ ഇടപെട്ടത്ര വേറെ എവിടെ ഇടപെട്ടില്ല എന്ന് തോന്നും. അത്രയും വിശാലമായ കച്ചവട നിയമങ്ങൾ ഇസ്ലാമുണ്ട്. പക്ഷെ അതൊക്കെ ആൾക്കാർ പാലിക്കണ്ടല്ലെന്ന് വേറെ കാര്യം. ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്, മനസ്സിലായില്ലേ? എങ്ങനെ നല്ല കച്ചവടക്കാരനോ? റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന തുജാർ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ ഇല്ലാ മൻ ബർറ വസദഖ. കച്ചവടക്കാർ ഫുജ്ജാറുകളായി, തെമ്മാടികളെ കൂടെയാണ് പരലോകത്തേക്ക് വരിക. ഇല്ലാമൻ ബർറ വസദഖ, നന്മയും സത്യസന്ധതയും കാണിച്ചവൻ ഒഴികെ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കച്ചവടക്കാരെ പറ്റിയല്ല. കാരണം കച്ചവടം പലപ്പോഴും എന്താ വെച്ചാൽ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ചില ചതിയും വഞ്ചനകളൊക്കെ പൊതുവെ കാണിക്കേണ്ടി വരും. അതില്ലാത്ത അള്ളാഹ് അങ്ങനത്തെ ഇല്ലാത്തതിന് ബർക്കത്ത് കൊടുക്കും. കച്ചവടം സമയമായില്ലല്ലോ, ബാക്കി ചതർത്താച്ച് പറയാം.